ഹായ് ഡിയേഴ്സ്, UAEക്ക് ഇപ്പോൾ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഹോം കെയർക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു 1,00,000-അടുത്ത് സാലറി നിങ്ങൾക്ക് നേടാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങളൊരു ഏജൻസി വഴിയല്ല പോണത്. അതായത് നമ്മളുടെ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന അവസരങ്ങളാണ്. ഓക്കെ, സോ ഇവർക്കുള്ള സാലറി എന്ന് പറയുന്നത് 3,500 അറബ് എമിറേറ്റ്സ് ദർഹാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ മണിയിൽ ഏകദേശം 91,000 സംതിങ് രൂപ വരും. സോ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം. ദയവായിട്ട് സബ്സ്ക്രൈബ് മാത്രം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി നോക്കാം. ഓക്കെ, ഇനി എന്തായാലും നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ എന്തായാലും ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് ODEPC എന്നുള്ള അടിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്ക് എത്തുണ്ടാവുക. അതായത് ODEPC പറഞ്ഞാൽ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ്, എ ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. ഓക്കെ, സോ നമ്മൾ ആൾറെഡി ഇവരുടെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ലോഗിൻ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ്: ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് നേഴ്സ് ടു UAEക്കാണ് വേക്കൻസികൾ പറഞ്ഞിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. സോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്നാണ് ഡേറ്റ് പോസ്റ്റ് ചെയ്തതെന്നുള്ളതും എന്നാണ് ക്ലോസ് ചെയ്യുക. ഈ വരുന്ന 14-ാം തീയതി ഇത് ക്ലോസ് ആവും കേട്ടോ. സോ സാലറി 3,500 അറബ് ദർഹംസ് ആണ് പറയുന്നത്. ഓക്കെ, സോ 3,500 ദർഹം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് 91,000 സംതിങ് രൂപയാണ് ഇന്ത്യൻ മണിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സാലറി വരെ ഓഫർ ചെയ്യുന്നുണ്ട്. 50 വേക്കൻസികൾ പറയുന്നുണ്ട്. 1 ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ജെൻഡർ ഫീമെയിൽസിന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, നേഴ്സ് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ BSc GNM വിത്ത് MOH or DHA ലൈസൻസ് ആസ് അസിസ്റ്റൻറ്റ് നേഴ്സ്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷനിൽ അതിനെ എഴുതിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് എത്രയെന്നുള്ളതുണ്ട്. 1 ഇയർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോം കെയർ ഇങ്ങനെയാണ് പറയുന്നത്. ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒക്കെ എത്ര വേണം? ഏജ് 28 to 40 ഉള്ളിൽ, ഫീമെയിൽസ് ഓൺലി. സോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയണം. ഓക്കെ, പിന്നെ അവർക്ക് വേണ്ട കുറച്ച് റിക്വയർമെൻ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. വർക്കിംഗ് ഹവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവർ ടൈം എത്രയാണ് ചെയ്യുക, ഓവർ ടൈം എത്ര ചെയ്യാൻ പറ്റും, അതിനൊക്കെ വേറെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. സാലറി, പിന്നെ എംപ്ലോയ്മെൻറ്റ് വിസ കോൺട്രാക്റ്റ് എങ്ങനെയാണ് പ്രൊവൈഡഡ് ബൈ ദ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. 24 months 2 yearsനാണ് പറയുന്നത്. അക്കോമഡേഷൻ്റെ കാര്യം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം, പിക്കപ്പൊക്കെ കമ്പനി ചെയ്യുന്നുണ്ട്, ഡ്രോപ്പും പിക്കപ്പൊക്കെ. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ CV ആൻഡ് നിങ്ങളുടെ പാസ്പോർട്ട് ആൻഡ് ആൾ ദ സർട്ടിഫിക്കറ്റ്സ്. ഇവിടെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്, recruit@odepc.in. ഈ ഒരു മെയിലിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക. അതായത് നിങ്ങൾ സബ്ജക്റ്റിൽ, നമ്മൾ മെയിൽ ചെയ്യുമ്പോൾ സബ്ജക്റ്റിൽ അസിസ്റ്റൻറ്റ് നേഴ്സ് ടു UAE എന്നും കൂടിയും കൊടുത്തിട്ട് നിങ്ങൾ ഇതിലേക്ക് മെയിൽ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ CV, പാസ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ആൾ സർട്ടിഫിക്കറ്റ്സ് 14-ാം തീയതിക്ക് മുമ്പ് കേട്ടോ നിങ്ങളത് ചെയ്യണം. സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇത് ഞാൻ പറഞ്ഞു, നമ്മളുടെ കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ചെയ്യണ കാര്യമാണ്. സോ നമുക്ക് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതായിരിക്കും. സോ നിങ്ങൾ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജൻസീൻ്റെ ഒരു ഇതില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ നമുക്കിങ്ങനെ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്ത് പോകാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പോയാൽ മതി കേട്ടോ. നമുക്കിതിൽ വേറെയും ഒരുപാട് വേക്കൻസികൾ ഇപ്പോഴും വരാറുണ്ട്. സോ നിങ്ങളെപ്പോഴും ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കുക കേട്ടോ. അതേപോലെ തന്നെ നല്ല നല്ല വേക്കൻസികൾ യൂറോപ്പിക്കും ഒക്കെ വരാറുണ്ട്. സിംഗപ്പൂർ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. സോ നിങ്ങളെപ്പോഴും ഇതിൽ കയറി നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഒരു ഹെൽപ്പ് മാത്രം ചെയ്തു തരിക. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അത് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം. And this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.